Good morning, welcome to Personal Politics class. Last classes we discussed about the executive, union executive in India, president, vice president, prime minister, then a council of ministers, permanent executive or bureaucracy. Today we are going to discuss about civil services. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ എക്സിക്യൂട്ടീവ് എന്ന പാഠത്തിലെ പ്രധാനമന്ത്രി, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥർ എന്നിവരെക്കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ സിവിൽ സർവീസസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു ക്ഷേമരാഷ്ട്രത്തെ വാർത്തെടുക്കുക എന്നതാണ് എല്ലാ ആധുനിക രാഷ്ട്രങ്ങളുടെയും ലക്ഷ്യം. രാഷ്ട്രസങ്കല്പത്തിലുണ്ടായ ഈ മാറ്റങ്ങൾ എല്ലാ രാഷ്ട്രങ്ങളിലും സിവിൽ സർവീസസിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നതിന് കാരണമാക്കിയിട്ടുണ്ട്. ലോകമെങ്ങുമുള്ള ഭരണകൂടങ്ങൾ ബഹുമുഖമായ സേവനങ്ങളാണ് നിർവഹിക്കുന്നത്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ സ്വഭാവത്തിൽ നിരവധി കാരണങ്ങളാൽ സമൂലമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സ്റ്റേറ്റിനെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ മാറ്റം വന്നു. വ്യവസായവൽക്കരണം പ്രധാന ലക്ഷ്യമായി മാറി. നഗരവൽക്കരണം, ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പുരോഗതി, സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്നവരും അവഗണിക്കപ്പെട്ടവരും പീഡിതരുമായ ദുർബല വിഭാഗങ്ങളോടുള്ള കടപ്പാടിനെക്കുറിച്ചുള്ള അവബോധം എന്നിവയൊക്കെ മാറ്റങ്ങളാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്താണ് ഇന്ത്യയിൽ സിവിൽ സർവീസസിനെ കുറിച്ചുള്ള സങ്കല്പം ഉടലെടുക്കുന്നത്. ഭരണ സംവിധാനത്തിൻ്റെ മുകൾ തട്ടിലുള്ള ഇന്ത്യൻ സിവിൽ സർവീസസിനെ ഒരു ഉരുക്കു ചട്ടക്കൂടായാണ് ബ്രിട്ടീഷ് ഭരണാധികാരികൾ അഭിമാനപൂർവ്വം കണ്ടിരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 14 സിവിൽ സർവീസസിനെക്കുറിച്ചും പബ്ലിക് സർവീസ് കമ്മീഷനെക്കുറിച്ചും പറയുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ സിവിൽ ഉദ്യോഗസ്ഥന്മാരുടെ നിയമന സേവന വ്യവസ്ഥകൾ ക്രമീകരിക്കുന്നതിനുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നതിന് ഭരണഘടന പാർലമെൻറ്റിനെയും സംസ്ഥാന നിയമസഭകളെയും അധികാരപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം നിയമങ്ങൾ നിലവിൽ വരുന്നതുവരെ പ്രസിഡൻറ്റും ഗവർണർക്കും നിയമന സേവന വേതന വ്യവസ്ഥകൾ സംബന്ധിച്ച ചട്ടങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. രാജ്യരക്ഷാ സർവീസിലെയും കേന്ദ്ര സിവിൽ സർവീസിലെയും മറ്റു അഖിലേന്ത്യാ സർവീസസുകളിലെയും ഉദ്യോഗസ്ഥർക്ക് പ്രസിഡൻറ്റ് തൃപ്തനായിരിക്കുന്നിടത്തോളം കാലം മാത്രമേ പദവികളിൽ തുടരാൻ കഴിയൂ. സംസ്ഥാന സർവീസിലുള്ളവർക്ക് ഗവർണറുടെ തൃപ്തിയുള്ളിടത്തോളം കാലം അധികാരത്തിൽ തുടരാം. സവിശേഷ വൈദഗ്ധ്യമുള്ള ഏതൊരു വ്യക്തിയുമായും പ്രത്യേക ഉടമ്പടിയിൽ ഏർപ്പെടുവാൻ ഭരണഘടന പ്രസിഡൻറ്റിനും ഗവർണർക്കും അധികാരം നൽകുന്നുണ്ട്. സിവിൽ സർവീസസ്. മോസ്റ്റ് ഓഫ് ദി മോഡേൺ സ്റ്റേറ്റ്സ് എയിം ടു ബിക്കം വെൽഫെയർ സ്റ്റേറ്റ്. Government all over the world now perform many functions and multifarious duties. The nature of government activities changed radically due to a number of factors. The most important among them are the changing concept of the state, industrialization, urbanization, advancement of science and technology, and above all, growing awareness about the obligation to the poorer and weaker section of society. This change in the nature of government function has enhanced the importance of the civil services in all countries. The concept of civil services in India originated in the days of the British East India Company. The British rulers proudly described the Indian civil service, which was at the top of the administrative structure, as a steel frame. The Constitution of India under Part 16 provides for civil services and public service commissions. The Constitution authorizes the Parliament and state legislature to pass laws to regulate the recruitment and conditions of service of the public servants of the union and state governments respectively. Till such acts are passed, the President and the governors can make rules regarding recruitment and conditions of service of the civil servants. Every person who is a member of the defense service or civil service of the union or all India service holds office during the pressure of the president. Every member of the civil service of a state holds office during the pressure of the government of the state. The Constitution also permits both the president and governors to enter into a contract with any person having special qualification. ഇന്ത്യൻ സിവിൽ സർവീസസിൻ്റെ ഘടന ചിത്രത്തിൽ കാണിക്കുന്നത് പോലെ ഇന്ത്യൻ സിവിൽ സർവീസസിനെ 3ആയി തിരിക്കാം. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. ഇന്ത്യൻ സിവിൽ സർവീസസിനെ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നീ 3 വിഭാഗങ്ങളായി തിരിക്കാം. ഇന്ത്യയിൽ ഭരണകൂടത്തിൻ്റെ നയം നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തമുള്ള മന്ത്രിമാരാണ് തീരുമാനിക്കുന്നതെങ്കിലും നയം
യഥാർത്ഥത്തിൽ നടപ്പാക്കുന്നത് സിവിൽ സർവീസസ് ആണ്. അഖിലേന്ത്യാ സർവീസ് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ ബാധകവും പാർലമെൻറ്റിനാൽ ക്രമീകരിക്കപ്പെടുന്നതുമായ 2 അഖിലേന്ത്യാ സർവീസുകൾ IAS, IPS ആണ് ഭരണഘടന അംഗീകരിച്ചിട്ടുള്ളത്. രാജ്യസഭയിലെ മൊത്തം അംഗങ്ങളുടെ ഭൂരിപക്ഷവും ഹാജരായി വോട്ട് ചെയ്യുന്നവരുടെ 2/3 ഭൂരിപക്ഷത്തോടും കൂടി പാസ്സാക്കിയ പ്രമേയം വഴി ആവശ്യപ്പെടുകയാണെങ്കിൽ കൂടുതൽ അഖിലേന്ത്യാ സർവീസുകൾ പാർലമെൻറ്റിന് സൃഷ്ടിക്കാം. 1963 അഖിലേന്ത്യാ സർവീസ് ഭേദഗതി നിയമം ഇന്ത്യൻ സർവീസ് ഓഫ് എഞ്ചിനീയേഴ്സ്, ഇന്ത്യൻ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ്, ഇന്ത്യൻ ഇക്കണോമിക് സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എന്നീ സർവീസുകൾ ആരംഭിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. 42ാം ഭരണഘടനാ ഭേദഗതി ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസസിന് രൂപം നൽകി. എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രധാന പ്രവർത്തന മേഖലകളിലെല്ലാം ഐക്യരൂപ്യവും ഭരണത്തിൽ ഉന്നത നിലവാരവും ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിച്ചത്. സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ഭരണാനുഭവങ്ങൾ പരസ്പരം കൈമാറുന്നതിനും അത് അവസരം സൃഷ്ടിക്കുന്നു. അഖിലേന്ത്യാ സർവീസിലെ അംഗങ്ങളെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് തിരഞ്ഞെടുക്കുന്നത്. നിയമനത്തിൻ്റെ രീതി, സേവന വ്യവസ്ഥകൾ, ശമ്പള സ്കെയിൽ എന്നിവ തീരുമാനിക്കുന്നത് പാർലമെൻറ്റാണ്. കേന്ദ്ര സർവീസ് കേന്ദ്ര പട്ടികയിൽപ്പെട്ട എല്ലാ വിഷയങ്ങളിലെയും ഭരണവുമായി ബന്ധപ്പെട്ടവയാണ് കേന്ദ്ര സർവീസുകൾ. ഇന്ത്യൻ വിദേശ സർവീസ്, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, റെയിൽവേ സർവീസ്, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ് തുടങ്ങിയവ അതിൽപ്പെടുന്നു. ഈ സർവീസുകൾക്ക് ഓരോന്നിനും സ്വന്തം നിയമന രീതിയും ചട്ടങ്ങളും ശമ്പള സ്കെയിലും ഉണ്ട്. സംസ്ഥാന സർവീസ്, സ്റ്റേറ്റ് സർവീസ് സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനം ഓരോ സംസ്ഥാനത്തിലും ഉണ്ടായിരിക്കും. സംസ്ഥാന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളുമായാണ് സംസ്ഥാന സർവീസ് ബന്ധപ്പെടുന്നത്. ഉദ്യോഗസ്ഥർ ഏത് സംസ്ഥാന സർവീസിൽപ്പെട്ടവരാണോ ആ സംസ്ഥാനത്തിൻ്റെ ഉദ്യോഗസ്ഥ സംവിധാനത്തിലായിരിക്കും അവർ ഉൾപ്പെടുന്നത്. അവരുടെ നിയമന രീതി, സേവന വ്യവസ്ഥകൾ, ശമ്പള സ്കെയിൽ എന്നിവ നിർണ്ണയിക്കുന്നതും സംസ്ഥാന സർക്കാർ ആണ്. Structure of civil services in India. In India, civil services is divided into 3 categories. As this picture shows, they are all India services, central services and state services. While the ministers responsible to the legislature determine the policy of administration, the policy is actually carried out by the civil services. All India services. The Constitution recognizes the IAS and IPS as all India services common to the Union and state and are regulated by the Parliament. Additional all India services can be created by the Parliament if so resolved by the Rajya Sabha, supported by a majority of the total membership of the House and a majority of not less than 2/3 of the members present and voting. The All India Services Amendment Act 1963 provided for the creation of the Indian Services of Engineers, Indian Medical and Health Services, Indian Forest Service and Indian Economic Service. The 42nd Amendment also created an All India Judicial Service. The intention of having All India Service was mainly to ensure uniformity and high standard of administration in all states in key activities. It has also provided for interchange of experience between the states and the centers. The Union Public Service Commission recruits members of all India services. The method of recruitment, conditions of service, pay scales, etc. are determined by the Parliament. The Central Service. The central services are concerned with the administration of all the subjects enumerated in the Union list. The central services are fairly large in number. They include the Indian Foreign Service, Indian Postal Service, Indian Revenue Service, Indian Railway Service, Indian Audit and Account Service, the Central Secretariat Service. The State Services. Each state has its own administrative structure headed by the Chief Secretary of the state government. The state services are concerned with the administration of the subjects enumerated in the state list.
They are in the exclusive employment of state government to which they belong. The state government determines their method of recruitment, condition of service, pay scale, etc. സിവിൽ സർവീസസിൻ്റെ ചുമതലകളും പ്രവർത്തനങ്ങളും. ഇന്ത്യയിൽ സിവിൽ സർവീസ് ഒരു ഭരണ വിഭാഗമാണ്. ആധുനീകരണം, സാമൂഹ്യ പരിവർത്തനം, ആസൂത്രണം, സാമ്പത്തിക പുരോഗതി എന്നിവ നേടിയെടുക്കുന്നത് സിവിൽ സർവീസസിലൂടെയാണ്. നയങ്ങൾ രൂപീകരിക്കുന്നതിലും നടപ്പാക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. വൈദഗ്ധ്യം കുറവുള്ള സാധാരണ വ്യക്തികളാണ് മന്ത്രിമാർ. അതുകൊണ്ട് അവർക്ക് അവരുടെ വകുപ്പിനെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടാവണമെന്നില്ല. അവരെ നയം രൂപീകരിക്കാൻ എല്ലായ്പ്പോഴും സിവിൽ സർവീസസാണ് സഹായിക്കുന്നത്. നയം രൂപീകരണം സംബന്ധിച്ച് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ആവശ്യമായ എല്ലാ വിവരങ്ങളും അവർ ഒരു മന്ത്രിക്ക് നൽകും. വകുപ്പിൻ്റെ ദൈനംദിന ഭരണത്തിലും അവർ മന്ത്രിയെ ഉപദേശിക്കുന്നു. പാർലമെൻറ്റിൽ മന്ത്രി നൽകുന്ന ഉത്തരങ്ങൾ അവരാണ് തയ്യാറാക്കുന്നത്. സിവിൽ സർവീസസ് ഉദ്യോഗസ്ഥരാണ് തയ്യാറാക്കുന്നത്. മന്ത്രിമാരുടെ പ്രസംഗങ്ങൾ എഴുതിയുണ്ടാക്കുന്നതും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാണ്. നിയമനിർമ്മാണ രംഗത്തും സിവിൽ സർവീസസ് നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. പാർലമെൻറ്റും സംസ്ഥാന നിയമസഭകളും കരട് രൂപത്തിലാണ് ബില്ല് പാസ്സാക്കുന്നത്. വിശദാംശങ്ങൾ തയ്യാറാക്കുന്നത് സിവിൽ സർവീസാണ്. വളരെ ശാസ്ത്രീയവും സങ്കീർണവും സാങ്കേതികവുമാണ് ആധുനിക നിയമനിർമ്മാണ പ്രക്രിയ. അതിലെ പ്രശ്നങ്ങൾ പലതും പാർലമെൻറ്റ് അംഗങ്ങളുടെ കഴിവുകൾക്ക് അതീതമാണ്. ഈ സാഹചര്യത്തിൽ നിയമനിർമ്മാണ സഭകൾ അംഗീകരിച്ച നിയമങ്ങൾ നടപ്പാക്കുന്നതിനാവശ്യമായ ചട്ടങ്ങളും നിയമാവലികളും സിവിൽ സർവീസസിലുള്ളവർ തയ്യാറാക്കണം. ഈ പ്രവർത്തനത്തിന് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ധനകാര്യ ഭരണത്തിൽ സിവിൽ സർവീസ് മുഖ്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. സിവിൽ സർവീസിലുള്ളവരാണ് ധനമന്ത്രി അവതരിപ്പിക്കുന്ന ബജറ്റ് തയ്യാറാക്കുന്നത്. ചുമത്തേണ്ട നികുതികൾ, ചെലവഴിക്കേണ്ട തുക ഇവയൊക്കെ തിട്ടപ്പെടുത്തുന്നത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാണ്. ബജറ്റ് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പണം ചെലവഴിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഉദ്യോഗസ്ഥരാണ്. ചില അർദ്ധ ജുഡീഷ്യൽ ധർമ്മങ്ങളും സിവിൽ സർവീസ് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഭരണപരമായ തർക്കങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ പരിഹാരമുണ്ടാക്കുന്നത് നേതൃസ്ഥാനത്തുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകൾ മുഖേനയാണ്. ചുരുക്കത്തിൽ ഭരണനിർവഹണത്തിൽ അതിപ്രധാനമായ പങ്കാണ് സിവിൽ സർവീസിനുള്ളത്. അത് ഭരണത്തിൽ മാത്രമല്ല, നിയമനിർമ്മാണത്തിലും അതിൻ്റെ നടത്തിപ്പിലും ഒക്കെ നമുക്ക് കാണാം. വളരെ സങ്കീർണമായ ഒന്നാണ് ഇന്ത്യൻ സിവിൽ സർവീസസ്. അഖിലേന്ത്യാ സർവീസ്, സംസ്ഥാന സർവീസ്, കേന്ദ്ര സർവീസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സർവീസ്, പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ളവർ, സാങ്കേതിക വിദഗ്ധർ, മാനേജിംഗ് വിഭാഗത്തിലുള്ളവർ എന്നിങ്ങനെ ബൃഹത്തായ ഒരു മേഖലയായി ഇന്ത്യൻ സർവീസ് പറഞ്ഞിരിക്കുന്നു. ഭരണഘടന നിർമ്മാതാക്കൾ ഉദ്യോഗസ്ഥരുടെ നിഷ്പക്ഷതയും തൊഴിൽപരമായ വൈദഗ്ധ്യവും ഉറപ്പുവരുത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. യോഗ്യതയുടെ ഗുണനിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നിയമനം എന്നും അവർ ആഗ്രഹിച്ചിരുന്നു. അതേസമയം പിന്നോക്ക വിഭാഗക്കാർക്കും ദുർബല വിഭാഗക്കാർക്കും ഗവൺമെൻറ് സർവീസിൽ പ്രവേശനം ലഭിക്കണമെന്നും അവർ കരുതി. അതിനുവേണ്ടിയാണ് ഭരണഘടനയിൽ സംവരണം എന്ന തത്വം അവർ കൊണ്ടുവന്നത്. സിവിൽ സർവീസിൽ എല്ലാവർക്കും പ്രാതിനിധ്യമുണ്ടാകണമെന്നും സാമൂഹിക അസമത്വങ്ങൾ ഇതിന് തടസ്സമാകരുതെന്നും അവർ ഉറപ്പാക്കി. മെറിറ്റുള്ളവരെ കണ്ടെത്തി നിയമിക്കുവാനായി UPSCയും സംസ്ഥാനങ്ങളിൽ PSCയും ഭരണഘടനയിൽ വിഭാവനം ചെയ്തു. ഗവൺമെൻറ്റിൻ്റെ ക്ഷേമ പരിപാടികൾ ജനങ്ങളിൽ എത്തിക്കാനുള്ളവരാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ. പക്ഷേ പലപ്പോഴും ജനങ്ങൾ സമീപിക്കുവാൻ പേടിക്കുന്നൊരു വിഭാഗമായി അവർ മാറിയിരിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർ ഗവൺമെൻറ് വളരെ കാര്യക്ഷമമായി നിയന്ത്രിക്കുകയാണെങ്കിൽ തീർച്ചയായും ബ്യൂറോക്രസിയെ ശരിയായ വഴിയിലൂടെ നടത്താൻ കഴിയും. അമിതമായ രാഷ്ട്രീയ ഇടപെടൽ ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയക്കാരുടെ കയ്യിലെ പാവകളാക്കി മാറ്റിയിട്ടുണ്ട്. എന്തായാലും വിവരാവകാശം പോലുള്ള നിയമങ്ങൾ സിവിൽ സർവീസിനെ കൂടുതൽ ജനപക്ഷമാക്കുമെന്നും ഉത്തരവാദിത്വമുള്ളവരാക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. സിവിൽ സർവീസിലൊക്കെ എത്തിച്ചേരുക എന്നുള്ളത് എല്ലാവരും ഒരു സ്വപ്നമായി കണ്ട് അതിന് ആവശ്യമായ പ്രവർത്തനങ്ങളും പരിശീലനങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന പല മേഖലകളിലും എത്താനുള്ള ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുകൂടി നിങ്ങൾ ഈ പാഠഭാഗം പഠിക്കുമ്പോൾ നിങ്ങളെ ഓർമ്മയിലുണ്ടാവേണ്ടതാണ്. Functions and role of civil services. The civil services in India constitute an elite class. It is an instrument of modernization and social change. It is also an instrument of planning and economic development. In the formulation and implementation of policy, the civil service plays an important role.
Being amateurs and laymen, ministers may not have adequate knowledge about the affairs of the department. The ministers always depend on civil service to determine the policy. They provide all necessary information to their ministers regarding policy formulation. They advise the ministers regarding day-to-day administration of their departments. They prepare answers which the ministers have to give in the parliament. Even speeches to be delivered by minister are normally prepared by the civil services. In the field of legislation, civil service plays an important role. The parliament and state legislature pass every bill on its skeleton form. The civil service prepares details of the bill. Moreover, modern legislation is highly scientific, complicated, and technical. These problems are beyond the capacity and knowledge of the ministers and members of parliament. Under the circumstances, the civil service makes rules and regulations necessary for implementation of laws passed by the legislature. This practice is known as delegated legislation. In the field of financial administration, the civil service plays an important role. The civil service prepares the annual budget of the government presented by the finance minister. They works out the details of tax to be levied and expenditure to be incurred. It is the civil service which has ensured the money is spent only according to the budget proposal. Civil service also performs some quasi-judicial functions. Today, administrative disputes are settled by administrative tribunals headed by the senior civil servants. In short, civil services plays a pivotal role in the administration of the country. The function and role of the civil services are to be found not only in administration but also in legislation and finance. The civil servants not only administer the law but also very often give shape to it. Here we can understand that a lot of chances are waiting you as a different departments of central and state government in our country. You must you can start your preparations. ഇന്ന് നമ്മൾ പ്രധാനമായും പറഞ്ഞത് സിവിൽ സർവീസസിനെ കുറിച്ചാണ്. ചില ചോദ്യങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. റൈറ്റ് അബൌട്ട് ദി സ്ട്രക്ചർ ഓഫ് സിവിൽ സർവീസസ് ഇൻ ഇന്ത്യ. സിവിൽ സർവീസസിൻ്റെ ഘടനയെക്കുറിച്ച് എഴുതുക. ആ 3 ഘടനകളും എഴുതണം. വിച്ച് ആർ ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് കം അണ്ടർ ദി ഈച്ച് സെക്ഷൻ. ഓരോന്നിൻ്റെ കീഴിലും വരുന്നത് ഏതൊക്കെയാണ് എന്നും ഒരു ലിസ്റ്റ് തയ്യാറാക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫങ്ഷൻസ്. റൈറ്റ് അബൌട്ട് ദി ഫങ്ഷൻസ് ആൻഡ് റോൾ ഓഫ് സിവിൽ സർവീസ്. സിവിൽ സർവീസസിൻ്റെ ധർമ്മത്തെയും പങ്കിനെയും കുറിച്ചൊരു ലഘുവിവരണം തയ്യാറാക്കാം. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വെരി വെൽ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.